ഹായ്, ഞാൻ മഞ്ജു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് ബ്രൗണീസ് പല രീതിയിലുണ്ട്, പല തരം ചോക്ലേറ്റ് ബ്രൗണീസ് ഉണ്ട്, ഒരു ആയിരക്കണക്കിന് റെസിപ്പീസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വർഷങ്ങളായിട്ട് ഞാൻ റെഗുലറായിട്ട് ഉണ്ടാക്കുകയും ഒരിക്കലും ഫെയിൽ ആവാത്തതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈസി റെസിപ്പി, നമ്മുടെ കയ്യിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി. ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കമല. അപ്പോൾ കമലയെ ഞാൻ ഈ ഒരു അവസരത്തിൽ കമലയ്ക്ക് വളരെ അധികം താങ്ക്സ് പറയുകയാണ്. കാരണം എൻ്റെ ഇവിടെ മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ബ്രൗണി. ഇടയ്ക്കിടയ്ക്ക് വളരെ ഫ്രീക്വൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ബ്രൗണീസ് ഞാൻ പറഞ്ഞല്ലോ പല തരത്തിലുണ്ട്. ചൂയി ബ്രൗണി ഉണ്ട്, ഫഡ്ജി ബ്രൗണി ഉണ്ട്. അതായത് ചൂയി ബ്രൗണി എന്നൊക്കെ പറയുമ്പം സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്ക് പോലൊന്നും ആയിരിക്കില്ല, കുറച്ച് ഡെൻസ് ആയിരിക്കും. ഇത് കൂടുതലും കോമ്പിനേഷൻ എന്ന് പറയുന്നത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കേക്കിനോട് സാമ്യമുള്ള ഒരു റെസിപ്പിയാണ്. എന്നാലും കേക്ക് പോലെ അങ്ങ് നന്നായിട്ട് പൊങ്ങൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണിയുടെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. അതൊക്കെയാണ് ഒരു ബ്രൗണിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എടുത്ത് പറയാവുന്നത്. പിന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 125 ഗ്രാം മൈദയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 പ്രാവശ്യം അരിപ്പിൽ കൂടെ അരിച്ച് വേണമെങ്കിൽ എടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 125 ഗ്രാം ബട്ടർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ പൗഡേർഡ് ഷുഗറാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാരയാണ് 125 ഗ്രാം. 125 ഗ്രാം എന്ന് പറയുന്നത് 1/2 കപ്പും അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ കൂടെയുള്ള പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് 125 ഗ്രാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. അതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിൽ ഇതേപോലെ ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ട് ആ ചൂടിൽ ഇതിങ്ങനെ മെൽറ്റായി വരും. ഓക്കെ, ഇതിനെയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. താഴെ വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ ആവിയിൽ ഈ ചോക്ലേറ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉരുകി വരും. കുറച്ച് നേരം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും. ഞാനിവിടെ ഈ മെല്ലോ എന്ന് പറയുന്ന ആ ഒരു ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്, മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പല ബ്രാൻഡും ഉണ്ട്, ഏത് ഉപയോഗിച്ചാലും മതി. കണ്ടോ, ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം, അതൊന്നും തണുത്ത് വരട്ടെ. ചോക്ലേറ്റ് അവിടെ ഇരുന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിന് ബീറ്ററോ ഇലക്ട്രിക് ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ. വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല സ്പീഡിൽ ഇതുപോലെ ഒരു 7-8 മിനിറ്റ് എങ്കിലും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട, 2 മുട്ടയാണ്, അത് ആഡ് ചെയ്തിട്ട്, ഇതെല്ലാം റൂം ടെമ്പറേച്ചറാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക.
ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഹാഫ് പോർഷൻ പകുതി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി അധികം സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട, വളരെ ജെൻറ്റിലായിട്ട് ഫോൾഡ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പാൻ ഞാൻ ഗ്രീസ് ചെയ്ത് പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം ഇതേപോലെ ആ ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതൊന്ന് ലെവൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം 2 ഗുണമുണ്ട്. ലെവലാവുകയും ചെയ്യും, എയർ ബബിൾസൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് അവനിലേക്ക് വെക്കുന്ന ജോലിയൂടെ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പംകിൻ സീഡ്സും ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട്സും എൻ്റെ ഉണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്ത് വേണമെങ്കിലും, ഇത് ഓപ്ഷനാണ്, നട്ട്സ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത്രയും കൂടി ഇട്ട് റെഡിയാക്കുക. അതിനുശേഷം നമുക്കിത് അവനിലേക്ക് വെക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിലേക്ക് ഇത് വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 35-40 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ബ്രൗണി ഇവിടെ റെഡിയാണ്. വീട് മുഴുവൻ ചോക്ലേറ്റിൻ്റെ മണമാണ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടോ, കേക്ക് ടിന്നിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. മുകളിലൊക്കെ നല്ലൊരു ഫ്ലേക്കി ആയിട്ടുള്ള ലെയറും വന്നിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ബ്രൗണി ഇവിടെ റെഡിയാണ്. ആർക്കും ധൈര്യമായിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്യാം. ഞാൻ വർഷങ്ങളായി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ബ്രൗണി ട്രൈ ചെയ്തിട്ട് നിങ്ങളെനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലെ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.